أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وتبائه وأهل بيته كلهم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബറക്കത്തുകളും നമുക്ക് ഏവർക്കും ചൊരിഞ്ഞു തന്ന് വിജയിപ്പിക്കട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പൂർണ്ണമായി മാപ്പും മഗ്ഫിറത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് മൗത്താകാനുള്ള സൗഭാഗ്യം കൊണ്ട് അല്ലാഹു നമ്മെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹാജിമാർ അല്ലാഹു അവരെ സ്വീകരിക്കട്ടെ. അവരുടെ അമലുകളെല്ലാം മഖ്ബൂലും മബ്റൂറും മർളിയുമായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, പ്രത്യേകം തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ഈ ദിവസത്തിൻ്റെ വെളിച്ചം കൊണ്ട് അല്ലാഹു അവർ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും പുണ്യമായ മഹത്വമുള്ള ദിവസം അത് യൗമുൻ നഹർ, ഇത് ബലിപെരുന്നാളിൻ്റെ ദിവസമാണ്. 2 പെരുന്നാളുകളിൽ തന്നെ 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തറിനേക്കാൾ, ചെറിയ പെരുന്നാൾ ദിവസത്തിനേക്കാൾ പടച്ച റബ്ബിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള മഹത്വമുള്ള ദിവസത്തിലാണ്, ബലിപെരുന്നാൾ ദിവസത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പടച്ച റബ്ബ് നമ്മുടെ തക്ബീറുകളെല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ പെരുന്നാൾ നിസ്കാരം, നമ്മുടെ ഖുതുബകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും വലിയ അമലായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഉളഹിയത്തിനെ പറ്റിയാണ്. ആ ഉളഹിയത്തുകൾ പടച്ച റബ്ബ് കുറ്റമറ്റ നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക്, സൗഭാഗ്യങ്ങൾക്ക് സബബാകുന്ന നിലക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിലുള്ള മുഴുവൻ സഹോദരങ്ങൾ, മുഴുവൻ സുഹൃത്തുക്കൾ, കാരണവന്മാർ, കൊച്ചുകുട്ടികളടക്കം ഇതര സമുദായ, ഇതര സംസ്ഥാന തൊഴിലാളികളാകുന്ന നമ്മുടെ അതിഥികളടക്കം ഈ മഹല്ലിലെ
മുഴുവൻ സഹോദരങ്ങൾ, സഹോദരിമാർ, ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും ബലിപെരുന്നാളിൻ്റെ ഹൃദ്യമായ ആശംസകൾ ആദ്യമായി ഞാൻ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഭാര്യ ഹാജർ ബീവി, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ കുടുംബത്തിന്റെ സ്മരണകളിലൂടെയാണ് ബലിപെരുന്നാൾ കടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളത്. ഇബ്രാഹിമി കുടുംബത്തിന്റെ സ്മരണകളാണ് ബലിപെരുന്നാളിൽ നിഴലിച്ചു നിൽക്കുന്നതും ആ ചരിത്രങ്ങളാണ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് ഏറ്റവും വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഓർമ്മകൾ, ഇബ്രാഹിമി കുടുംബത്തിന്റെ ഓർമ്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് പടച്ചവനും പടപ്പുകളും തമ്മിലുള്ള, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള തീവ്രമായ ബന്ധത്തിന്റെ ആഴങ്ങളിലേക്കാണ്. ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചല്ലോ, അല്ലാഹു അമറക ബിഹാദാ, ഇത് നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചതാണോ? ഇത് പടച്ചവന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, നഅം, അതെ, ഇത് റബ്ബിന്റെ തീരുമാനവും അവന്റെ കൽപ്പനയുമാണ്. ഇദൻ ലാ യുദീഅനല്ലാഹ്, എങ്കിൽ ആ പടച്ചവൻ ഞങ്ങളെ പാഴാക്കില്ല, ഞങ്ങളെ കൈവിടില്ല, ഞങ്ങളെ കൈയൊഴിയില്ല. ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മറുപടിയായിരുന്നു. ഇതെവിടെയാണ് സംഭവം നടക്കുന്നത്? മനുഷ്യരില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, സഹായത്തിന് ആരുമില്ലാത്ത, വെറും മൊട്ടക്കുന്നുകൾ മാത്രമുള്ള ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാകുന്ന അന്നത്തെ മക്കയിൽ ഏകദേശം 1400 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ അകലെയുള്ള ഫലസ്തീനിൽ നിന്ന് തന്നെയും തന്റെ കുഞ്ഞിനെയും തന്റെ ഭർത്താവ് കൊണ്ടുവന്നിട്ട് ഈ മരുഭൂമിയിൽ ഈ നിലക്കുള്ള വെള്ളം തീർന്നാൽ പകരം വെള്ളം എവിടെ എന്നറിയില്ല, ഭക്ഷണം തീർന്നാൽ പരിഹാരം എന്തെന്നറിയില്ല, ഒരസുഖം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്ത വഴി എന്നറിയില്ല. അങ്ങനത്തെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയും മുലകുടിക്കുന്ന കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മടങ്ങുന്ന ഭർത്താവിനോടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്, ഇതാരുടെ തീരുമാനാണ്? ഇതാരുടെ തീരുമാനാണ്? അള്ളാഹുവിന്റെ തീരുമാനാണോ? അതെ, അള്ളാഹിന്റെ തീരുമാനാണ്. എങ്കിൽ ആ പടച്ചവൻ ഞങ്ങളെ കൈവിടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ. എന്ത് ഈമാനാണിത്! ആ മാതാവിന്റെ മനസ്സിന്റെ ഉറപ്പത്ര വലുതാണ്. ആ മകനെ കൊണ്ടുപോയി മിനയിൽ കൊണ്ടുപോയി കഴുത്തിൽ മൂർച്ചയുള്ള കഠാരി വച്ച് അറുക്കുകയാണ്, അതിന് ശ്രമിക്കുകയാണ് ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാതാവ് അതിന് സമ്മതിച്ചു കൊടുക്കാൻ. 7 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കാത്തിരുന്ന് അവസാനം വാർദ്ധക്യത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവച്ച് അറുക്കാൻ ആ ഉമ്മ സമ്മതിക്കാൻ. ആ പിതാവ് അതിന് തയ്യാറാകാൻ. ഭൗതികമായ നേട്ടത്തിനൊന്നുമല്ല, കുടുംബത്തിലെ ശാപം മാറാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ പുരോഗതിക്കോ എന്നൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഭൗതികമായ ലക്ഷ്യങ്ങളാണ്.
എന്തെങ്കിലും ശാപം മാറിക്കിട്ടാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ നേട്ടത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹാത്യാഗത്തിന് തയ്യാറായത് എന്തിനാണ്? അല്ല പറഞ്ഞു എന്നതല്ലാതെ മറ്റൊരു സബബും അതിന്റെ പിന്നിലില്ല. എന്നോട് അള്ളാഹു പറഞ്ഞു, മകനെ എനിക്ക് തന്നത് അള്ളാഹുവാണ്, ആ പടച്ചവൻ എന്നോട് പറഞ്ഞു എന്ന കാരണമല്ലാതെ മറ്റൊന്നും അതിന്റെ പിന്നിലില്ല. എന്നിട്ട് ഇബ്രാഹിം നബിക്ക് എന്ത് നഷ്ടമുണ്ടായി? എന്തെങ്കിലും പരാജയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ കുടുംബത്തിന് സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഒരു ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൈവിട്ടിട്ടില്ല. ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. 40 ദിവസമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞുകൂടിയത്. 1-2 ദിവസമല്ല, 40 ദിവസം കഴിഞ്ഞാണ് ആ തീ അടങ്ങിയത്. അത്രയും ദിവസം അങ്ങനത്തെ തീക്കുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ വലിച്ചെറിഞ്ഞു. ആ തീക്കുള്ളിലെ അനുഭവത്തെ പറ്റി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, മാ ഇഷ്തു അസ്അദ മിൻ ഹാദിഹിൽ അയ്യാം, ഇതിനേക്കാൾ സന്തോഷകരമായി ഞാൻ ജീവിച്ച ദിവസങ്ങൾ എന്റെ ദുനിയാവിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതിനേക്കാൾ തീക്കുണ്ടാരത്തിൽ ഞാൻ കഴിഞ്ഞുകൂടിയ 40 ദിവസത്തേക്കാൾ സന്തോഷമായ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തീയോട് അള്ളയാണ് പറഞ്ഞത്, നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറണം എന്ന്. എന്ത് നഷ്ടം? ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ചിട്ടില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് സംസം എന്നുള്ളത്. ഏറ്റവും വലിയ അത്ഭുതമാണ്. ഒരു സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് അടിച്ചെടുക്കപ്പെടുന്നത്. ഒരു സെക്കൻഡിൽ പറഞ്ഞ കണ്ണടച്ച് തുറക്കുന്ന സമയം, ആ സമയം കൊണ്ട് 80 ലിറ്റർ വെള്ളം, ലക്ഷങ്ങൾ, ഹറമിൽ വരുന്ന ലക്ഷങ്ങൾ അത് കുടിക്കാൻ അവരുടെ നാടുകളിലേക്ക്, നമ്മുടെയൊക്കെ നാടുകളിലേക്ക് കൊണ്ടുപോകാൻ. ഒരു സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളം. മദീനയിലേക്ക് മാത്രം സീസണിൽ ഏകദേശം 8 ലക്ഷം അല്ല 4 ലക്ഷം ലിറ്റർ ഓരോ ദിവസവും കൊണ്ടുപോകുന്നുണ്ടെന്നാണ്. മദീനയിലേക്ക് മാത്രം പമ്പ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. എവിടെ നിന്നാണ് ഈ വെള്ളം? ശാസ്ത്രലോകം അത്ഭുതപ്പെട്ടു പോകാൻ. വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ എവിടെ നിന്നാണ് ഓരോ സെക്കൻഡിലും 80 ലിറ്റർ വെച്ച് വെള്ളം അടിച്ചെടുക്കാൻ പാകത്തിന്? ഈ മഹാത്ഭുതത്തിന്റെ പിന്നിൽ ശാസ്ത്രലോകം അമ്പരന്ന് പോകാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഹാജർ ബീവിയുടെയും തവക്കുലിന് പടച്ച റബ്ബ് നൽകിയ സമ്മാനമാണ് സംസം എന്നുള്ള മഹാത്ഭുതം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ച്, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മിനയിൽ ജംറാത്തിന്റെ സമീപം പാലത്തിനോട് ചേർന്ന് ആ പാറപ്പുറത്ത് ചെറിയൊരു കുബ്ബ, ഒരു സ്തൂപം കാണാം. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ കഠാര വച്ചറുത്ത സ്ഥലമാണ്. ഇന്നും അത് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്ന നമ്മൾക്ക് കൃത്യമായിട്ട് ആ സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലവട്ടം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുത്തു, മുറിയണില്ല. ദേഷ്യത്തോടെ തൊട്ടടുത്തുള്ള പാറക്കല്ലിലേക്ക് വെട്ടിയപ്പോ പാറക്കല്ല് കരിമ്പാറ 2 കഷ്ണമായി പോയി. ആ കത്തി ആ സമയത്ത് ഇബ്രാഹിം നബിയോട് സംസാരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കത്തി ഇബ്രാഹിം നബിയോട് സംസാരിച്ചിട്ടുണ്ട്. ലിമ തഗ്ലബു, ഇബ്രാഹിമേ എന്തിനാണ് നീ കോപിക്കുന്നത്? ഈ സമയത്ത് നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി കൊടുത്തു, പലവട്ടം ഞാൻ അറുത്തിട്ടും നീ മുറിയുന്നില്ല, നീ മുറിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. പലവട്ടം ഞാൻ അറുത്തു എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ, എന്നിട്ടും നീ മുറിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യത്തിലായത് എന്ന് പറഞ്ഞപ്പോൾ ആ കത്തി തിരിച്ചു ചോദിച്ചു എന്നാണ്, ശത്രുക്കള് നിന്നെ, ഇബ്രാഹിമേ നിങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ചെയ്തു, ശരിയാണ്. എന്നിട്ട് എന്തേ തീ നിങ്ങളെ കരിക്കാതിരുന്നത്?
തീ നിങ്ങളെ കരിക്കാതിരുന്നത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി കൊടുത്തു, അല്ല തീയോട് കൽപ്പിച്ചു കരിച്ചേക്കരുത് എന്ന്. അല്ല തീയോട് കൽപ്പിച്ചതാണ് കരിച്ചേക്കരുത്. എങ്കിൽ ഇബ്രാഹിമേ നീ മനസ്സിലാക്കിക്കോ, 70 വട്ടമാണ് അള്ളാന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൽപ്പന ഉണ്ടായത്, ലാ തഖ്തഈ ശൈആ, ഒന്നും മുറിച്ചേക്കരുത്. കുഞ്ഞിന്റെ ഇസ്മായിലിന്റെ ശരീരത്ത് നിന്ന് ഒരു രോമം പോലും, തൊലിയുടെ ഒരൽപ്പം പോലും നീ മുറിച്ചേക്കരുത്. ഒരു വട്ടമല്ല, 70 വട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചത് എന്ന് കത്തി മറുപടി കൊടുത്തു എന്നാണ്. കത്തി മറുപടി കൊടുത്തു എന്നാണ്. ഇബ്രാഹിം നബിക്ക് എന്ത് നഷ്ടമുണ്ടായി? ഇത്ര വലിയ ത്യാഗമൊക്കെ ചെയ്തിട്ട്, ഇത്ര വലിയ ത്യാഗം ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും നിർദ്ദേശത്തിന്റെയും പേര്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വല്ലാത്ത സങ്കടങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. കച്ചവടത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിലോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ മക്കളിൽ നിന്നോ പല സ്ഥലത്തു നിന്നും പല നിലക്കുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. നമ്മളൊക്കെ പരാതി പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ പരാതിയും നമ്മൾ പരിഭവമായിട്ട് പറയാറുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളായിട്ട് സൃഷ്ടിക്കേണ്ട ചില പരിഹാരങ്ങളുണ്ട്. നമ്മളായിട്ട് സൃഷ്ടിക്കേണ്ട ചില പരിഹാരങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ട മാറ്റങ്ങളും പരിഹാരങ്ങളാണ്. നമുക്കിന്നില്ലാത്തത് അതാണ്. സുബഹി നിസ്കരിക്കാത്തവൻ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ പറ്റി പരാതിപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? നിർബന്ധമായിട്ട് സക്കാത്ത് നിർബന്ധമായിട്ട് അത് കൊടുക്കാത്തവൻ ദുനിയാവിൽ പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ടോടിയിട്ട് സങ്കടവും പരിഹാരവും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാനോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളായിട്ട് തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്തിനും പരിഹാരം അള്ളാന്റെ ഭാഗത്തുനിന്നല്ലാതെ പിന്നെ എവിടുന്നാണ്? മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവന്റെ ഭാഗത്തുനിന്നല്ലാതെ പിന്നെ എവിടെ നിന്നാണ് ഈ ദുനിയാവിൽ പരിഹാരം ഉണ്ടാകുന്നത്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനെ മാതാവ് പ്രസവിച്ചു. ഫിർഔൻ ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുന്ന കാലാണ്. എന്തു ചെയ്യും തന്റെ കുഞ്ഞിനെ? 14,000 കുഞ്ഞുങ്ങളെയാണ് ഫിർഔൻ നശിപ്പിച്ച് കൊന്നുകളഞ്ഞിട്ടുള്ളത്. എന്തിന്? മൂസ നബിയെ നശിപ്പിക്കാൻ വേണ്ടി 14,000 കുഞ്ഞുങ്ങളെയാണ് ഫിർഔൻ കൊന്നുകളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയെ സംരക്ഷിച്ചത് എങ്ങനെയാണ്? ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തി, ഫിർഔനിന്റെ മടിത്തട്ടിൽ കിടന്ന് മൂസാ നബി വളർന്നു. 1 2 ദിവസമോ മാസോ വർഷമോ അല്ല, 30 വർഷക്കാലം ഫിർഔനിന്റെ കൂടെ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ മകനെ പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയെ വളർത്തി സംരക്ഷിച്ചത്. പിറന്നപ്പോ ഉമ്മ ഒരു പെട്ടിയിൽ നൈൽ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കിയതാണ്. പോയി നിന്നത് എവിടെയാണ്? ഫിർഔനിന്റെയും ഭാര്യയുടെയും മുന്നിലാണ്. ഫിർഔനിന്റെയും ഭാര്യയുടെ മുന്നിലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാന്റെ ഭാഗത്ത് നിന്നല്ലാതെ മുസ്ലിം പ്രതീക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത് സ്വയം നമ്മളാണ് തിരുത്തേണ്ടത്. ആ ഈമാനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ബലിപെരുന്നാളിന് സാധിക്കണം. ആ ഈമാനിലേക്ക്. ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ, ഈ ഭൂമണ്ഡലത്തിൽ എല്ലാ മനുഷ്യന്മാരും വിശന്നിരിക്കുന്ന ഒരു സ്ഥലം ഇന്നുണ്ടെങ്കിൽ അത് ഫലസ്തീൻ മാത്രമാണ്, ഗസ മാത്രമാണ്. കുട്ടികൾ വിശന്നിരിക്കുകയാണ്, പ്രായമുള്ളവർ വിശപ്പിലാണ്, പാവപ്പെട്ടവർക്കും വിശപ്പാണ്. മുമ്പുണ്ടായിരുന്ന വലിയ വലിയ മുതലാളിമാർ അവരും വിശന്ന് പട്ടിണിയിൽ കഴിയുന്ന ഒരു നാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗസയല്ലാതെ മറ്റൊന്നില്ല. എന്നിട്ടും ഗസയിലെ കൊച്ചു കുട്ടികൾ പോലും പറയുന്നത് എന്തെന്നറിയുമോ? ജൂതനെ സഹായിക്കാൻ അമേരിക്കയും ട്രംപും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ ഫിർഔനെ നശിപ്പിച്ച അല്ലാഹു ഉണ്ട്. ഇതിനാണ് ഈമാൻ. അവർക്ക് ആരൊക്കെ ഉണ്ടാകട്ടെ, ഞങ്ങളെ സഹായിക്കാൻ ഫിർഔനെ നശിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ആ പ്രതീക്ഷയും ആ ഈമാനും ആ തവക്കലും
നമുക്കും വേണ്ടത് അതാണ്. ഒരു മുസ്ലിമിന്റെ അടയാളം അതാണ്, ആ ഈമാനും ആ തവക്കുലും. എന്ത് കാര്യത്തിലും അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യുക. ആ ഈമാനികമായ അടയാളം നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും. അത് വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സമൂഹത്തിൽ എവിടെയും. സുബഹ് നിസ്കരിക്കാതെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാതെ കച്ചവടം നഷ്ടത്തിലാണ് എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മളായിട്ട് തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മളായിട്ട് സൃഷ്ടിക്കേണ്ട ചില പരിഹാരങ്ങളുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന്. ആ പരിഹാര വഴികളിലൂടെ, തിരുത്തലിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. അതിന് ബലിപെരുന്നാൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രങ്ങൾ, അവര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈമാനും തവക്കുലും അത് നമുക്ക് പ്രചോദനമാകണം. അത് നമുക്ക് പ്രചോദനമാകട്ടെ ഈ പെരുന്നാൾ ദിനത്തിൽ, ബലിപെരുന്നാൾ ദിനത്തിൽ എന്നാശംസിച്ചുകൊണ്ട് ഒന്നുകൂടി നിങ്ങളെല്ലാവർക്കും, ഈ മഹല്ലിലെ മുഴുവൻ സഹോദരങ്ങൾ, എൻ്റെ സഹോദരിമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളേവർക്കും ഒന്നുകൂടി ഹൃദ്യമായി ബലിപെരുന്നാളിന്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.